ഇതുവരെ അവർ വിശ്വസിച്ചതും അല്ലെങ്കിൽ വിശ്വസിച്ചു എന്ന് അഭിനയിക്കുകയും പാർട്ടി ക്ലാസുകൾ നിരന്തരമായി പഠിപ്പിക്കുകയും ചെയ്യുന്ന പാഠങ്ങൾക്ക് ഘടകവിരുദ്ധമായ ക്ഷേത്രവും ക്ഷേത്രാരാധനയും ക്ഷേത്ര സന്ദർശനവും ദർശനവും എങ്ങനെ സാധ്യമാവും, എങ്ങനെ ന്യായീകരിക്കാനാവും? അത് വാർത്തയാക്കിയതാണോ പ്രശ്നം? അതിന്റെ ദൃശ്യം കാണിച്ചതാണോ പ്രശ്നം? വാർത്ത പുറത്തു വന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്നാണ് ആദ്യമായി എനിക്കിതിന് പറയാനുള്ളത്. ഈ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതാൻ വേണ്ടിയിട്ടാണല്ലോ പി ജയരാജൻ ഇപ്പോൾ കൊടുങ്ങല്ലൂർ എത്തിയതായി പറയപ്പെടുന്നത്. അത് പക്ഷേ വളരെ കൃത്യമായി അതിലൊരു അസത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു പക്ഷേ ഈ പുസ്തകം എഴുതാൻ തന്നെയായിരിക്കും അദ്ദേഹം പോയിട്ടുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ അത് വളരെ കൃത്യമായി അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോട്, ദേവസ്വം ഭാരവാഹികളോട് എല്ലാം പി ജയരാജൻ പറഞ്ഞത് ഇത് രഹസ്യമായിരിക്കണം, പുറത്താരും അറിയരുത്. അപ്പോൾ ഈ പുറത്താരും അറിയരുത് എന്ന് പറയുന്നതിലാണ് അതിലെ അസത്യം ഒളിഞ്ഞിരിക്കുന്നത്. ശ്യാം പറഞ്ഞതുപോലെ അനിവാര്യമായ ഒരു എത്തിച്ചേരലാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിലേക്കുള്ള വരവ് എന്ന് പറയാം. ഈ പുസ്തകത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു അവ്യക്തത ഇപ്പോൾ നിലനിൽക്കുകയാണ്. എന്തിനാണ് അങ്ങനെ അസത്യം? അതിലൊരു അസത്യത്തിന്റെ അംശമുണ്ട്. മറ്റൊന്ന്, ഒരു മനുഷ്യൻ, ഈ നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ ഈശ്വരനിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ വീണ് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. എനിക്ക് അഭയം ആരുമില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ ഒരു മനുഷ്യന് സ്വാഭാവികമായി അവസാനമായി ആശ്രയിക്കുന്നത് ദൈവത്തെയാണ്. അങ്ങനെ ഒരു ചിന്താഗതിയിൽ നിന്ന് പി ജയരാജൻ എത്തിയോ എന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടത്. ശത്രുസംഹാരത്തിന് എത്തി എന്നൊക്കെയാണ് പറയപ്പെടുന്നതല്ലേ. അപ്പോൾ ഈ CPM-ന്റെ അകത്തെ ശത്രുസംഹാര പൂജയൊന്നും പുതിയ കാര്യമൊന്നുമല്ല. പൂമ്പൂടലൊക്കെ നമുക്കറിയാമല്ലോ, കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ നടന്നത്. കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ നടക്കുന്ന സമയത്ത് ശബരിമലയിലെ മുൻ മേൽശാന്തിയെ വിളിച്ചുകൊണ്ടുവന്ന് ശത്രുസംഹാര പൂജ നടത്തി എന്ന് ഒരു വിവാദം ഉടലെടുത്തുണ്ടായിരുന്നല്ലോ. അത് രമേശ് ചെന്നിത്തലയാണ് വിവരം പുറത്തുവിട്ടത്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചു. രമേശ് ചെന്നിത്തല വളരെ കൃത്യമായി ആ കാര്യങ്ങൾ അന്വേഷിച്ച് പറഞ്ഞു, ലോക്ക്ഡൗണിന്റെ സമയത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ ശത്രു സംഹാര പൂജ നടന്നിട്ടുണ്ട് എന്ന്. അത് നിഷേധിക്കാൻ കോടിയേരി തയ്യാറായ ഒരു സാഹചര്യമില്ല. മറ്റൊന്ന്, അല്പസമയം കുറച്ച് ദിവസം മുമ്പാണല്ലോ ഈ പിണറായി വിജയന്റെ മകൻ ഗുരുവായൂരിലെത്തിയ ചിത്രമൊക്കെ പുറത്തു വന്നത്. പക്ഷെ അതിനും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് വിവേകിൻ്റെ വിവാഹ സമയത്ത്, ഏതാണ്ട് ആ വിവാഹ സമയത്തുള്ള ഒരു ഫോട്ടോ എൻ്റെ കൈവശം വന്നിട്ടുണ്ട്. അന്ന് ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുന്നത്. അപ്പോൾ ഈ കുടുംബക്കാരെല്ലാം വളരെ കൃത്യമായി ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. എന്തിനും മധുരയിലെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് കമല വിജയനും വീണ വിജയനും അവിടെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ പോയതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ദേശീയ മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടതാണ്. അപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടി നിലവിൽ വന്ന ആ കാലം മുതൽ അതിലെ പല നേതാക്കളും വളരെ കൃത്യമായ ഭക്തരായിരുന്നു. ഒന്ന് ചെറുകാട്, ഈ ഗൗരിയമ്മയെ നേരിട്ടറിയാവുന്നവർക്കറിയാം. ഗൗരിയമ്മയുടെ കയ്യിലുണ്ടായിരുന്ന മോതിരത്തിനകത്ത് കൃഷ്ണന്റെ പടമുണ്ടായിരുന്നു. വലിയ ഭക്തയായിരുന്നു ഗൗരിയമ്മ. ഈ പാർട്ടിയിൽ നിന്നൊക്കെ പോയി അവസാന നാളുകളിൽ തൻ്റെ ഭക്തിയെക്കുറിച്ച് ഗൗരിയമ്മ പുറത്തു പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇരട്ടത്താപ്പാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. വിശ്വാസി അകത്ത് ഭക്തിയുണ്ട്, ക്ഷേത്രത്തിൽ പോകട്ടെ, അതിന് തലയിൽ മുണ്ടിട്ട് പോകണമോ? അതുപോലെ ഈ ആളുകളെ, അണികളെ കബളിപ്പിക്കണമോ? ഈ ഇരട്ടത്താപ്പ് കൊണ്ടാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു കാര്യമായി അങ്ങ് പോകുമല്ലോ. ഒട്ടേറെ നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആയാലും ക്ഷേത്രങ്ങളിൽ പോകുന്നവരുണ്ട്, പള്ളികളിൽ പോകുന്നവരുണ്ട്. അതാരും ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ഭൂരിപക്ഷം വരുന്ന അണികളെ കബളിപ്പിക്കുകയും നിരീശ്വരവാദത്തിലേക്ക് അവരെ തള്ളിവിടുകയും സനാതനധർമ്മം മോശമാണ്, അശ്ലീലമാണ് എന്ന അണികളോട് ഉറക്കെ പറയുകയും ചെയ്യുന്ന ഈ ആളുകൾ വളരെ കൃത്യമായി ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. അത് പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് ജാള്യത വരുന്നതും അത് വലിയ വാർത്തയാകുമ്പോൾ അസഹിഷ്ണുത വരുന്നതും.